പുതിയ സാമുദായിക സമവാക്യം പ്രഖ്യാപിച്ച് വെള്ളാപ്പള്ളി നടേശൻ നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ കൂട്ടായ്മയുണ്ടാക്കും. ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത് ഭയത്തോടെയാണ്. NSSുമായി ഇനി ഭിന്നതയില്ല. ചർച്ചയ്ക്ക് പെരുന്നയിൽ പോകാനും തയ്യാറാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. VD സതീശൻ ഈഴവ വിരോധിയാണെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതിയ സാമുദായിക സമവാക്യം ഉയർത്തുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഭിന്നത മറന്ന് നായാടി മുതൽ നസ്രാണി വരെ ഒരുമിച്ച് നിൽക്കേണ്ട കാലമാണിത്. മുമ്പുണ്ടായിരുന്ന നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന മുദ്രാവാക്യം മാറുന്ന സാമൂഹിക സാഹചര്യത്തിൽ ഐക്യമാണ് ആവശ്യമെന്നും വെള്ളാപ്പള്ളി പറയുന്നു. ഇന്ന് നായാടി തൊട്ട് നസ്രാണി വരെയാണ്. അപ്പോൾ അന്നത്തെ ആ കാലഘട്ടത്തിൽ ആ ആശയമായിരുന്നുവെങ്കിൽ അതിപ്പോൾ കാലഘട്ടം അനുസരിച്ച് മുദ്രാവാക്യങ്ങൾ മാറി. പണ്ട് നായരുമായിട്ട് ഞങ്ങൾ യോജിപ്പിലല്ല എന്നുള്ള ഇപ്പോൾ അത് വേണ്ടെന്നല്ലേ, ഇപ്പോൾ തീരുമാനം വന്നില്ലേ, വേണ്ട. NSSുമായി ഇനി കലഹമില്ല. ആവശ്യമെങ്കിൽ പെരുന്നയിൽ പോകാൻ തയ്യാറാണ്. ഏതായാലും SNDP യോഗം ഇനി NSS നേതൃത്വമായിട്ട് ഒരു സമരസപ്പെടുത്തി പോകണം. അവരുമായിട്ട് ഒരു പിണക്കത്തിൽ പോകുന്നത് ഈ കാലഘട്ടത്തിന് അനിവാര്യമല്ല, യോജിച്ചു പോകണമെന്നാണ് അനിവാര്യമെന്നുള്ള ചിന്ത ഇന്ന് ഞങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. സാമൂഹിക ഐക്യത്തിന്റെ ആഹ്വാനത്തിനൊപ്പം UDFനെയും VD സതീശനെയും വെള്ളാപ്പള്ളി കടന്നാക്രമിച്ചു. ഏറ്റവും വർഗീയവാദികളായ ആളുകൾക്ക് കൊട പിടിച്ചു കൊടുത്തുകൊണ്ട് ആ കൊടയുടെ തണലിൽ അവരെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് അവരെ മതേതരത്വം പറയും. അവർക്കെല്ലാം കൊട പിടിച്ച് ഇനി അവരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നേടാനും ആശീർവാദങ്ങൾ നേടാനും വേണ്ടിയിട്ട് ആണ് ഈ കൊടപിടുത്തം. NSSനെയും SNDPയെയും തമ്മിൽ തല്ലിച്ചത് UDF ആണ്. തന്റെ മലപ്പുറം പ്രസംഗം വിവാദമാക്കുന്നത് വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നും LDF സർക്കാരിന്റെ കാലത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു. ഈ ഗവൺമെന്റ് കാലത്ത് ഒരു കലാപം ഉണ്ടായിട്ടില്ല. പിന്നെ അവർക്ക് കലാപം ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ ചില ആളുകൾക്ക് നിർബന്ധമുണ്ട്. അതിനാണ് എന്നെ മലപ്പുറം പ്രസംഗം പറഞ്ഞുകൊണ്ട് എന്നെ നിരന്തരം വേട്ടയാടുന്നു. ഈ മാസം 21-ന് ആലപ്പുഴയിൽ ചേരുന്ന SNDP സമ്മേളനം സംഘടനയുടെ ഭാവി രാഷ്ട്രീയ നിലപാടുകൾ നിർണ്ണയിക്കുമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കൊച്ചി.